بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വറഹ്മതി വസ്യഅത്ത് കുല്ല ഷൈ, അത് വിശാലമായ നിലയിൽ എല്ലാ വസ്തുക്കളെയും പൊതിഞ്ഞു നിൽക്കുകയാണ്. അത് നേടിയെടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അവൻ വകവെച്ചു കൊടുക്കുകയും ചെയ്യും. നമ്മൾ അതിനായി അധ്വാനിക്കേണ്ട സമയമാണ്, ശ്രദ്ധിക്കേണ്ട സമയമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവനോട് ചോദിക്കണം, തേടണം. അതുപോലെ തന്നെ റഹ്മത്ത് നമുക്ക് ലഭിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുകയും വേണം. അതിലേറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇർഹമു മൻഫിൽ അർദ് ഇർഹമുക്കും മൻഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുക തന്നെ ചെയ്യും. ഭൂമിയിലുള്ള സമസൃഷ്ടികളോട് എത്രത്തോളം നമ്മൾ കരുണ കാണിക്കുന്നുവോ അതിനനുസരിച്ചിട്ടാണ് ആകാശത്തു നിന്നും അള്ളാഹു നമുക്ക് കാരുണ്യം തരുന്നത്. മറ്റ് ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരവും പറഞ്ഞു: ജനങ്ങൾക്ക് കരുണ ചെയ്യാത്തവർ, ജനങ്ങളോട് കരുണയോടുകൂടി പെരുമാറാത്തവർ, അവർക്കൊരിക്കലും അള്ളാഹു കരുണ ചെയ്യുകയേയില്ല. സൃഷ്ടികളോട് കാരുണ്യം പ്രകടിപ്പിക്കുകയും അനുകമ്പയോടുകൂടി പെരുമാറുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു തആല കരുണ കൊടുക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെ വളരെ ശ്രദ്ധേയമായ നമ്മളുടെ ഒരു കടമയെ സംബന്ധിച്ചിട്ടാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു വച്ചത്. ദാനധർമ്മങ്ങളുടെ വർധനവും സദഖ സക്കാത്തുകളെ അധികരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചിട്ടാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ അത് വായിച്ച് അതുപോലെ ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്ന നോമ്പുകാരായ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ് നമ്മളുടെ സാമ്പത്തിക രംഗത്തുള്ള ഹക്കുകളെ പൂർത്തീകരിക്കുക എന്നത്. അവശത അനുഭവിക്കുകയും ആവശ്യക്കാരായി ചിലപ്പോൾ അവരുടെ അഭിമാനത്തിൻ്റെ പേരിൽ അത് പുറത്തു പറയാൻ മടിക്കുകയും ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുകയും അവർക്ക് എന്താണോ വേണ്ടത് അത് നൽകാൻ ശ്രമിക്കുകയും ചെയ്യുക. ആ രംഗത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർബന്ധമായ ചില ബാധ്യതകളുണ്ട്. അതിനെയാണ് സക്കാത്ത് എന്ന് വിളിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ കൈകളിലെ സാമ്പത്തിക ശേഷിയെ കൃത്യമായി കണക്കാക്കുകയും അതിന് പരിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്ന ശതമാന പ്രകാരം നിർബന്ധ ദാനത്തെ അഥവാ സക്കാത്തിനെ കൊടുത്തുവിടുകയും ചെയ്യണം. സക്കാത്ത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്നാണ്. ഇസ്ലാം കാര്യം 5 ആണെങ്കിൽ ആ 5-1 അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കർമ്മമാണ്. അതിൽ വീഴ്ച വരുത്തരുത്. അതിൽ വീഴ്ച വരുത്തുക എന്നത് വലിയ അപകടമാണ്. സക്കാത്ത് കൃത്യമായി കൊടുത്തുവിടാത്തവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ മറ്റ് കർമ്മങ്ങൾ, നമസ്കാരം പോലെയുള്ള ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതെ പോകുമെന്നാണ് പ്രമാണങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നിർബന്ധ ദാനത്തിൽ, സക്കാത്തിൻ്റെ വിഷയത്തിൽ ഓരോരുത്തരും അവരവരുടെ സ്വത്തിൻ്റെയും വരുമാനത്തിൻ്റെയും അളവനുസരിച്ചിട്ട്, അതിന് ശരീഅത്ത് നിശ്ചയിച്ചിട്ടുള്ള കണക്കനുസരിച്ചിട്ട് അറിവുള്ളവരോട് അന്വേഷിച്ച് കൊടുക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലെ സ്വർണത്തിനും മറ്റുമൊക്കെ അവർ നിർബന്ധമായും സക്കാത്ത് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് നിർബന്ധ ദാനം എന്ന നിലയ്ക്ക് നമ്മളെ പഠിപ്പിച്ച ഖുർആനിക കൽപ്പനയാണെങ്കിൽ അതിനേക്കാളും അപ്പുറത്താണ് നമ്മളുടെ മനസ്സിൻ്റെ വിശാലതയും സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഐച്ഛികമായ ദാനധർമ്മങ്ങളെയും സംബന്ധിച്ചിട്ട് അള്ളാഹു നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവറുകളെ കുറിച്ചിട്ട് പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. അവർ ഗർഭിണിയായിരുന്ന അവസ്ഥയിൽ ഒരിക്കൽ അവർക്ക് മധുരമുള്ള ഈത്തപ്പഴം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. തൻ്റെ ഭർത്താവ് സാമ്പത്തിക ശേഷിയില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് ഈ ആഗ്രഹം വെളിപ്പെടുത്താൻ മടിച്ചു. ഒരിക്കൽ നട്ടുച്ച സമയത്ത് വീട്ടിൽ ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ ഈ ആഗ്രഹം അറിയാതെ ബീവി ഫാത്തിമ പുറത്ത് എടുത്തു. മഹാനായ അലി റളിയല്ലാഹു അൻഹു അവറുകൾ പെട്ടെന്ന് തൻ്റെ ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെയും മുഹബ്ബത്തിൻ്റെയും പേരിൽ ആഹാരത്തളികയുടെ മുമ്പിൽ നിന്നും എഴുന്നേറ്റ് നിശബ്ദനായി കമ്പോളത്തിലേക്ക് പോയി.
എൻ്റെ പ്രിയപ്പെട്ടവൾ ഏത് ഈത്തപ്പഴമാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഈത്തപ്പഴത്തെ അന്വേഷിച്ച് വില ചോദിച്ചപ്പോൾ അത് വാങ്ങാൻ എൻ്റെ കയ്യിൽ ശേഷിയില്ല, പണം കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല. പക്ഷേ പ്രിയപ്പെട്ടവളുടെ ഒരാഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു അവറുകൾ ആ പീഡിയക്കാരനോട് അല്പം ഈത്തപ്പഴം വാങ്ങുകയും വിലയായി നൽകാൻ പണമില്ലാത്തതുകൊണ്ട് തൽക്കാലം തൻ്റെ അരപ്പട്ട അഴിച്ച് പണയപ്പെടുത്തുകയും ചെയ്തു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു ഗർഭിണിയായ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ അത്യാഗ്രഹത്തെ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭർത്താവ് നടത്തുന്ന വലിയ ശ്രമമാണിത്. അങ്ങനെ പണയപ്പെടുത്തി വാങ്ങിയ ഈ ഈത്തപ്പഴവുമായി വീട്ടിലേക്ക് ആവേശത്തോടെ മടങ്ങി വരുമ്പോൾ പിന്നിൽ നിന്നും ഒരു ശബ്ദം അലി എന്ന് വിളിക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ചുക്കിച്ചുളിഞ്ഞ ചർമ്മവുമായി ഒട്ടിയ വയറുമായി വളരെ പ്രയാസം അനുഭവിക്കുന്നത് പോലെയുള്ള ഒരു മനുഷ്യനാണ്. അലി, വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരുമോ, എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ എന്ന് ചോദിക്കുക. മറ്റൊന്നും ആലോചിച്ചില്ല. നമ്മളെപ്പോലെ ന്യായങ്ങളോ ചട്ടങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ഉദറുകളോ ഇതൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ആ വിശാല മനസ്സിൻ്റെ ഉടമയായ, ഒരർത്ഥത്തിൽ പരമദരിദ്രനായ, ഞാനിത് പറയുന്നത് എന്തിനാണ്, സമ്പത്തുള്ളതിനോടുകൂടി ചെലവഴിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി, നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് നമ്മളുടെ കയ്യിൽ മിച്ചമുള്ളപ്പോൾ ചെലവഴിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി, പരമദരിദ്രന്മാരും തങ്ങളുടെ കുടുംബത്തിന് അങ്ങേയറ്റം അത്യാവശ്യമുള്ളവരുമായിരിക്കെ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെപ്പോലത്തെ ഒരു മനുഷ്യൻ്റെ വിശപ്പിനെ വലുതായി കണക്കാക്കുക. അലി, എന്തെങ്കിലും ഉണ്ടോ, വിശന്നിട്ട് വയ്യ എന്ന് ചോദിച്ചപ്പോൾ അധികമൊന്നും ആലോചിക്കാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഈത്തപ്പഴത്തെ പൂർണ്ണമായും ആ വൃദ്ധന് കൊടുക്കുന്നു. എന്നിട്ട് വിഷമത്തോടെ വീട്ടിലേക്ക് നടന്നു വരുന്നു. ഭാര്യ കാത്തിരിക്കുന്ന ആ അവസ്ഥയും ആ രംഗമൊക്കെ നമ്മളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവറുകൾ വീട്ടിൽ വന്നു. ഭാര്യയുടെ മുമ്പിൽ ഒന്നും പറയാൻ നിർവാഹമില്ലാതെ അല്പസമയം അവിടെയൊക്കെ ഇങ്ങനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞൊന്ന് പരങ്ങിക്കളിച്ചു. എന്നിട്ട് ഒരു പായ് വിരിച്ച് അതിൽ വന്ന് മലർന്ന് കിടന്ന് മേലോട്ട് നോക്കി. ആ കണ്ണിൽ നിന്നും കഥകളൊക്കെ വായിച്ചറിഞ്ഞ ഫാത്തിമ ബീവി എന്ന പ്രിയതമ്മ അരികിൽ വന്നിരുന്നു കൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അലി റളിയല്ലാഹു അൻഹു അവറുകൾ അടക്കിപ്പിടിച്ച ദുഃഖത്തോടെ തൻ്റെ ഇന്നത്തെ അനുഭവമൊക്കെ അവളുടെ മുമ്പിൽ വളമ്പി. ഇതൊക്കെ കേട്ടപ്പോൾ സ്നേഹനിധിയായ, വാത്സല്യനിധിയായ ആ പ്രിയതമ അലി ഇബ്നു അബി താലിബിനെ സ്നേഹത്തോടെ തലോടിയിട്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യട്ടെ. നിങ്ങൾ ചെയ്തത് ഒരു വലിയ നന്മയാണ്. എൻ്റെ മധുരം കഴിക്കാനുള്ള ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനായി ഒരുപക്ഷെ നിങ്ങൾ ആ ഈത്തപ്പഴം ഇവിടെ കൊണ്ടുവരികയും അത് ഞാൻ വായലിട്ട് നുണയുകയും ചെയ്തിരുന്നെങ്കിൽ അതോടെ അതിൻ്റെ മധുരം തീർന്നില്ലേ? ഉള്ളിലേക്കിറങ്ങിയാൽ അതിൻ്റെ മധുരം തീർന്നില്ലേ? പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്തത് എത്ര വലിയ പുണ്യകർമ്മമാണ്, ഒരിക്കലും മറക്കാത്ത, നമ്മൾ മരിച്ചാലും മറന്നുപോകാത്ത ഒരു വലിയ പുണ്യമല്ലേ പ്രിയപ്പെട്ടവരെ? എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ, പ്രത്യേകിച്ച് സഹോദരിമാർ, നന്നായി ആലോചിക്കുകയും പാഠം പഠിക്കുകയും ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഗർഭിണിയായ ഒരു പെണ്ണ്, അതും സാധാരണ പെണ്ണാണോ? അഷ്റഫുൽ ഖൽക്കായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവരുടെ പ്രിയതമയായ ഭാര്യ, ഒരത്യാഗ്രഹം, ഒരു മനുഷ്യ സഹജമായ ഒരാഗ്രഹം, അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാമ്പത്തികമില്ലാത്ത അലിയെ തൻ്റെ അരപ്പട്ട പണയപ്പെടുത്തി വാങ്ങിക്കൊണ്ടുവന്ന ഈത്തപ്പഴക്കീറ്. പക്ഷേ വിശന്നവൻ്റെ വിളി കേട്ടപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ എടുത്തു കൊടുക്കാനുള്ള ആ സന്മനസ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഈ വിശാല മനസ്സ് പരാതിയോടുകൂടിയും മുഖം വീർപ്പിച്ചുകൊണ്ടും എതിരേൽക്കുന്നതിന് പകരം സന്തോഷവാക്കുകളിലൂടെ ആ മനസ്സിനെ കൂടുതൽ ആശ്വസിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ. പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായൊരു ജീവിതമാണ് അവർ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുകും അലൈഹി തവല്ലൗ വഅഅ്യുനഹും തഫീദു മിനദ്ദംഇ ഹസനൻ അല്ലാ യജിദൂ മാ യുൻഫിഖൂൻ. ഇത് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് അവതരിച്ച ഒരു വചനമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവர்கள் പറയാറുണ്ടായിരുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എത്ര ഭാഗ്യവാനാണ്. അദ്ദേഹം സാക്ഷാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത്
തങ്ങളുടെ കയ്യിൽ നിന്ന് നേരിട്ട് 2 പ്രാവശ്യം സ്വർഗത്തെ വിലയ്ക്ക് വാങ്ങി. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. അള്ളാഹു കേൾക്കാനും അമൽ ചെയ്യാനും നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എത്ര ഭാഗ്യവാനാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളിൽ നിന്നും 2 പ്രാവശ്യം സ്വർഗത്തെ വിലയ്ക്ക് വാങ്ങി. ഒന്ന് ജയ്ഷുൽ ഉസ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന വേളയിൽ ആ സൈന്യത്തിൻ്റെ 1/3 ഭാഗം ചെലവ് താൻ ഏറ്റെടുത്തതിലൂടെ അള്ളാഹുവിങ്കിൽ നിന്നും സ്വർഗത്തെ വിലയ്ക്ക് വാങ്ങി. രണ്ടാമത്തേത് ബിർ റൂമ എന്ന പേരിൽ പ്രസിദ്ധമായ മദീനത്തെ ഒരു കിണറും അത് കിണർ സ്ഥിതി ചെയ്യുന്ന തോട്ടവും വിലയ്ക്ക് വാങ്ങി പൊതുജനങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തതിലൂടെ അബൂ ഹുറൈറ പറയാണ്, ഉസ്മാൻ സ്വർഗം 2 പ്രാവശ്യം വിലയ്ക്ക് വാങ്ങി. അള്ളാഹുവേ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കും സ്വർഗം വിലയ്ക്ക് വാങ്ങാനുള്ള അസുലഭമായ ഒരവസരമാണ്. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ജയ്ഷുൽ ഉസ്ര എന്ന് പറഞ്ഞാൽ വലിയ ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രതികൂല സാഹചര്യവുമൊക്കെയുള്ള ഒരു വേളയിൽ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടേണ്ടി വന്നു. ഞാൻ അധികമായി ചരിത്രവും സംഭവമൊക്കെ പറഞ്ഞാൽ സമയം ദീർഘിച്ചു പോകുമോ എന്നെനിക്ക് ഭയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഭയമുണ്ടെന്ന് പറഞ്ഞ് ഓരോ ദിവസവും നമ്മൾ ഖുർആനിക വചനങ്ങൾ പകുതിക്ക് നിർത്തുക, ചരിത്രം പകുതിക്ക് നിർത്തുക. ഞാൻ വീണ്ടും എൻ്റെ സഹോദരങ്ങളോട് പറയാണ്, ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ചെറിയ സമയത്തെ ഒരു വോയിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നത്. ബാക്കി ഒഴിവുള്ള ഈ റമദാനിനെ നന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ ഓതി പഠിക്കണം. അതിലൂടെ ചരിത്രവും സംഭവങ്ങളും ഒക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അമൽ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ മുതലാക്കാൻ ശ്രമിക്കണം. ഒന്നും നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് തരുമാറാകട്ടെ. തബൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് പുറപ്പെടാൻ നബിതങ്ങൾ കൽപ്പിച്ചു. പക്ഷേ പുറപ്പെടാൻ സഹാബത്തിൻ്റെ കയ്യിൽ സാമ്പത്തികമായി വലിയ ഞെരുക്കമായിരുന്നു, വലിയ ദാരിദ്ര്യമായിരുന്നു. ഞാനിപ്പോൾ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി. അതിന്ന് നേരത്തെ ഓതിയപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന കേട്ട് ദീനിൻ്റെ മാർഗത്തിൽ പുറപ്പെടാൻ ആവേശം പൂണ്ട് സാധുക്കളായ ഒരുപാട് സഹാബാക്കൾ വന്നു. ഞങ്ങളെയും കൊണ്ടുപോണേ എന്ന് പറഞ്ഞു. ഞങ്ങളെയും കൊണ്ടുപോകണേ. പ്രിയപ്പെട്ടവരെ, അവർ വന്ന നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പുറപ്പെടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ പോകാൻ ആവശ്യമായ വാഹനവും മറ്റ് സാമഗ്രികളും ഞങ്ങൾക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തു നിന്നും അവർക്ക് എന്തെങ്കിലും ഏർപ്പാടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കാത്തുനിൽക്കുക. ചെലവഴിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവറുകൾ അദ്ദേഹം ആവേശത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മൊത്തം പുറപ്പെടുന്ന സംഘത്തിൻ്റെ 1/3 ഭാഗത്തിൻ്റെ ചെലവ് ഞാൻ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു. നബി തങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, ഉസ്മാന് ഇന്നത്തെ ഈ ദിവസത്തിന് ശേഷം ഇനി എന്ത് ചെയ്താലും ഒരു ബുദ്ധിമുട്ടും വരൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ ഉസ്മാന്റെ കാര്യം രക്ഷപ്പെട്ടു. അത്രത്തോളം അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചു, അവൻ്റെ റസൂലിനെ സന്തോഷിപ്പിച്ചു. മുസ്ലിമീങ്ങളായ പൊതുജനങ്ങൾക്ക്, മനുഷ്യർക്ക് അവരുടെ ആവശ്യത്തെ പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള ഈ ചാൻസിനെ ഉസ്മാൻ നന്നായി ഉപയോഗപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിൻ്റെ ഇടയിൽ ഒന്നുകൂടെ മനസ്സിലാക്കണം, സാമ്പത്തികമായി ശേഷിയുള്ള ഉസ്മാൻ സൈന്യത്തിൻ്റെ 1/2 ഭാഗത്തെ ചെലവ് ഏറ്റെടുത്തുകൊണ്ട് സ്വർഗം സ്വന്തമാക്കിയപ്പോൾ ഒരു സാധുവായ 1-ാം നമ്പറുകാരൻ അപ്പുറത്തുണ്ട്, 2-ാം നമ്പറുകാരൻ ഇപ്പുറത്തുണ്ട്. അതാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ചരിത്രം പറയേണ്ടതില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകൾ വീട്ടിലെ അടുപ്പിൽ എരിഞ്ഞു പകുതിയായ വിറകടക്കം വീട്ടിലുള്ള സർവ്വതും കൊണ്ട് വെച്ചുകൊണ്ട് ഈ ചെലവഴിച്ച മുഴുവൻ ആളുകളെക്കാളും ഫസ്റ്റ് റാങ്ക് വാങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകളെ ഇപ്രാവശ്യമെങ്കിലും തോപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലുള്ള മുഴുവൻ സാധനത്തിൻ്റെയും പകുതി കൊണ്ടുവന്ന് വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ 2-ാം സ്ഥാനത്തെത്തി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ഈ സഹാബാക്കൾ സ്വർഗത്തെ വലുതായി കണക്കാക്കി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവറുകൾ നേരിട്ട് നബി തങ്ങളുടെ കയ്യിൽ നിന്നും സ്വർഗം വിലയ്ക്ക് വാങ്ങി. പ്രിയപ്പെട്ടവരെ, 1, 2, 3, 4, 10, 10,000 സഹാബത്തിൻ്റെ നമ്പർ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കടന്നുപോയി. ഇന്ന് നമ്മുടെ ഊഴമാണ് എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ കയ്യിലുള്ള ചില്ലറകൾ കൊടുത്തിട്ടെങ്കിലും, നമ്മുടെ കയ്യിലുള്ള ചെറുത് കൊടുത്തിട്ടെങ്കിലും ആ മഹാത്മാക്കളുടെ പിന്നിൽ സ്വർഗയാത്രയിൽ പങ്കാളികളാകാനുള്ള ഒരു കഠിന പ്രയത്നം നമ്മളൊക്കെ ചെയ്യണം. ഈ പരിശുദ്ധ റമദാൻ അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം.
ഈ റമദാൻ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. ഓരോ സഹോദരിമാരും ശ്രദ്ധിക്കണം, ഓരോ സഹോദരങ്ങളും ശ്രദ്ധിക്കണം. ഈ അവസരത്തെ ഒരിക്കലും നമ്മൾ പാഴാക്കരുത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർകൾ സ്വർഗത്തെ നേരിട്ട് വിലയ്ക്ക് വാങ്ങിയ ഒരു സന്ദർഭം ഇതാണെങ്കിൽ, രണ്ടാമത്തെ സന്ദർഭം കുറച്ചുകൂടി ആകർഷണീയമാണ് പ്രിയപ്പെട്ടവരെ. അത് ബിഅ്റു റൂമ എന്ന പേരിൽ അറിയപ്പെടുന്ന മദീനത്തെ പ്രസിദ്ധമായ ഒരു കിണർ വിലയ്ക്ക് വാങ്ങിയതാണ്. ഞാൻ അതുകൂടി പറഞ്ഞു നിർത്താം. അള്ളാഹു മനസ്സിലാക്കാനും അമൽ ചെയ്യാനും നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. മദീനത്തിൽ വന്ന, മക്കയിൽ നിന്നും മറ്റും വന്ന മുഹാജിറുകളായ സഹാബത്തിന്റെ എണ്ണം വർദ്ധിക്കുകയും മദീനാവാസികളായ മുസ്ലിമീങ്ങൾക്ക് കുടിവെള്ളം പ്രയാസകരമാവുകയും ചെയ്ത ഒരു കാലഘട്ടം, ഒരു സാഹചര്യമുണ്ടായിരുന്നു. വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽ അവിടുത്തെ പ്രസിദ്ധമായ ശുദ്ധവെള്ളത്തിന്റെ ഒരു കിണറിനെ സംബന്ധിച്ചിട്ട് വിവരം കിട്ടി. അതിന്റെ പേര് ബിഅ്റു റൂമ എന്നാണ്. അതിന്റെ ചരിത്രവും സംഭവമൊക്കെ ഞാൻ കൂടുതൽ വിശദീകരിക്കുകയല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുലഭമായ നിലയിൽ ശുദ്ധവെള്ളം കിട്ടുന്ന ഈ കിണറിനെ സംബന്ധിച്ചറിഞ്ഞപ്പോൾ തങ്ങൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. ആരെങ്കിലും അള്ളാഹുവിന്റെ പൊരുത്തത്തെ ആശിച്ചുകൊണ്ട് ആരെങ്കിലും ഈ വെള്ളത്തെ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനായി നൽകിയാൽ അവർക്ക് അതിന് പകരമായി അള്ളാഹു തആല സ്വർഗത്തിൽ ഒരു അരുവി നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഉടമ സ്വമേധയാ അത് നൽകാൻ തയ്യാറായില്ല. കാരണം യഹൂദിയായ ആ മനുഷ്യന് ആ കിണർ ഉപയോഗിച്ചുകൊണ്ട്, അതിലെ വെള്ളം വിറ്റുകൊണ്ട് പണമുണ്ടാക്കുക. അതുകൊണ്ട് അയാൾ അത് നൽകാൻ തയ്യാറാവുകയും ചെയ്യില്ല. പക്ഷേ ഈ വർത്തമാനം കേട്ടപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർകൾ ആ യഹൂദിയെ സമീപിച്ചു. അയാളുമായി കച്ചവടത്തിന് മുതിർന്നു. എന്നിട്ട് ആ യഹൂദിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിന്റെ കിണർ എനിക്ക് വിൽക്കുക. ആദ്യം അയാൾ അതിന് തയ്യാറായില്ല. അവസാനം സംസാരിച്ച് കിണറിന്റെ പകുതി ഓഹരി മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവർകൾ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് അവർ തമ്മിലുള്ള കച്ചവടത്തിന്റെ കരാറ് പ്രകാരം ഒരു ദിവസം വെള്ളം ഉസ്മാന് അവകാശപ്പെട്ടതാണ്, ഒരു ദിവസം വെള്ളം എനിക്ക് അവകാശപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കച്ചവടം 12,000 വെള്ളി നൽകി ഉറപ്പിച്ചതിന് ശേഷം നബിതങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരു കിണർ വിലയ്ക്ക് വാങ്ങി പൊതുജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്താൽ സ്വർഗത്തിൽ അരുവി തരാമെന്ന് പറഞ്ഞത് എനിക്ക് കിട്ടുമോ? തീർച്ചയായും നിനക്കും കിട്ടും. എന്നാൽ പ്രിയപ്പെട്ട റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആ കിണർ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞു. നബിതങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. ആ യഹൂദിയുമായിട്ടുള്ള കച്ചവടത്തിന്റെ കരാറ് പ്രകാരം ഒരു ദിവസം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർക്ക് വെള്ളം അവകാശപ്പെട്ടതാണ്, അടുത്ത ദിവസം യഹൂദിക്ക് അവകാശപ്പെട്ടതാണ്. യഹൂദി കച്ചവടം ചെയ്തപ്പോൾ എന്താ വിചാരിച്ചത്? നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ ഉസ്മാൻ എൻ്റെ വരുമാനം കണ്ടിട്ട് ആ വരുമാനത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും വെള്ളം വിലയ്ക്ക് വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്നതിനേക്കാളും കുറച്ച് വില കൂട്ടിയിട്ടായിരിക്കുമല്ലോ ഉസ്മാൻ വിൽക്കുക, അതിനായിരിക്കും അവൻ വാങ്ങിയതെന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണല്ലോ നമ്മളെല്ലാത്തിലും ചിന്തിക്കാറുള്ളത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ജൂതനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഊഴത്തിന്റെ ദിവസത്തിൽ വലിയ പൈസയ്ക്ക് വെള്ളം വിറ്റു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവர்கள் ജൂതന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇപ്രകാരം ചെയ്തു, എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും എൻ്റെ ഓഹരി ഞാൻ പൊതുവായി വഖഫ് ചെയ്യുകയാണ്, എല്ലാവർക്കും എത്ര വേണമെങ്കിലും വെള്ളം കോരാൻ കുടിക്കാൻ കൊണ്ടുപോകാം. അപ്പോൾ ഇന്നത്തെ ദിവസം, ഉദാഹരണത്തിന് ഇന്ന് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഇന്ന് ശനിയാഴ്ച, ഇന്ന് ഏതാ എൻ്റെ ദിവസം എന്ന് വെച്ചാൽ ഈ ദിവസം ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ദിവസം ഫ്രീ ആയിട്ട് എല്ലാവർക്കും വെള്ളം എടുക്കാൻ, വെള്ളം കൊണ്ടുപോകാം. എന്നാൽ അടുത്ത ദിവസം ജൂതന്റെ ദിവസമാവുമ്പോഴോ അയാളൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ ആയപ്പോൾ സ്വാഭാവികമായും പ്രദേശത്തെ മുഴുവൻ മനുഷ്യരും വന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഊഴത്തിലുള്ള ദിവസത്തിൽ വെള്ളം കുടിക്കാൻ തുടങ്ങി. കുടിക്കുന്നതിനോടൊപ്പം ആ വെള്ളം നാളെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ശേഖരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ജൂതന്റെ കച്ചവടം മുടങ്ങി. ആരാ ജൂതന്റെ ദിവസം വെള്ളം കുടിക്കാൻ വരിക? അവസാനം ആ ജൂതൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള കച്ചവടത്തിൽ ഒരു ചേഞ്ച് വേണം, ഞാൻ ആ കച്ചവടം പൊളിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പൂർണ്ണമായും ഈ കിണറിന്റെ ഉത്തരവാദിത്തം, അതിന്റെ ഉടമസ്ഥാവകാശം നീ വിലക്കെടുക്കണമെന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവർ പുഞ്ചിരി തൂകി. അദ്ദേഹം ആശിച്ചതും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് 8,000 ദിർഹം അധികം കൊടുത്തിട്ട് 20,000 ദിർഹമിന് ബിഅ്റു റൂമ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർ വിലയ്ക്ക് വാങ്ങി അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് പരസ്യമായ നിലയിൽ വഖഫ് ചെയ്യുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇത് വെറും ഐതിഹ്യമല്ല, കഥയല്ല. ഇന്നും നമ്മൾ മദീനത്ത് പോയാൽ നമുക്ക് സന്ദർശിക്കാൻ കഴിയുന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാത്മാവിന്റെ പ്രവർത്തനത്തെ ബാക്കിയാക്കിയിട്ടുണ്ട്. ഇന്നും സുലഭമായ നിലയിൽ ശുദ്ധമായ നല്ല വെള്ളം
ആ കിണറിൽ നിന്നും നമുക്ക് കോരി കുടിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, 1500ഓളം ഈത്തപ്പഴം മരങ്ങൾ ആ തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1500 വർഷമായി അന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവറുകൾ തൻ്റെ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഈ തോട്ടവും ആ തോട്ടത്തിലെ വെള്ളവും അന്നു മുതൽ ഇന്ന് വരെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിലയിൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഫലം എത്ര വലുതായിരിക്കും. മാത്രവുമല്ല, 1500 മരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈത്തപ്പഴം ഇന്ന് വലിയ വിലയ്ക്ക് മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നു. നിങ്ങൾ അറിയുമോ പ്രിയപ്പെട്ടവരെ, ആ മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന ഈത്തപ്പഴവും ഈത്തപ്പഴത്തിൻ്റെ സമ്പത്തും ഇന്നും ഈ ദിവസം വരെയും ലോകത്തുള്ള യതീമുകൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കപ്പെടുകയാണ്. അതിൽ നിന്നും ഒരു ഓഹരി പരിശുദ്ധ മദീനയിലെ മസ്ജിദുൻ നബവിയുടെ ചെലവിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തപ്പെടുകയാണ്. ഞാൻ നിങ്ങളും ആലോചിക്കണം, നമ്മൾ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ടോ കല്യാണ പരിപാടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വിരുന്ന് സൽക്കാരത്തിന് വേണ്ടിയോ അതുമല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത ടൂർ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ടോ മറ്റോ ഒക്കെ എത്ര പണം വെറുതെ വേസ്റ്റാക്കി പ്രിയപ്പെട്ടവരെ. തിന്ന് 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 നമ്മൾ നശിപ്പിച്ചു. കുറേ ഉടുത്തുടുത്ത് നമ്മൾ കുറേ കീറി നശിപ്പിച്ചു. നമ്മൾ ആവശ്യമില്ലാത്ത നിലയിൽ പലതും പലയിടങ്ങളിലും നമ്മൾ പാഴാക്കി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന ബുദ്ധിമാനെ ഒന്ന് കണ്ടുപിടിക്കണേ പ്രിയപ്പെട്ടവരെ. 1500 വർഷമായി ഇന്നും ആ കിണറിലെ വെള്ളം ആളുകൾ ആർത്തിയോടെ കുടിക്കുന്നു. അതിൻ്റെ പ്രതിഫലം ആ മഹാത്മാവിൻ്റെ ഖബറിലേക്ക് പോകുന്നു. ഇന്നും ആ ഈത്തപ്പഴം കഴിക്കുകയും ആ ഈത്തപ്പഴത്തിൻ്റെ വില ഉപയോഗിച്ചുകൊണ്ട് 10,000-കണക്കിന് യതീമുകൾ വിശപ്പ് മാറ്റുന്നു ഭൂമിയിൽ പലയിടങ്ങളിലും. വിധവകൾ അവരുടെ ജീവിത പ്രാരാബ്ധത്തെ മാറ്റുന്നു. ഒരു കഥയിൽ നമ്മൾ പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു രാജാവിൻ്റെ സഭയിൽ അത്രയ്ക്ക് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു പരിചാരക ഉണ്ടായിരുന്നു. ആ സ്ത്രീയോട് സാധാരണ പോലെ അവളുടെ രാജാവുമായുള്ള അടുപ്പത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒക്കെ പേരിൽ മറ്റുള്ളവർക്ക് അസൂയയും കുശുമ്പും പകയും വിദ്വേഷവും ഒക്കെ വളർന്നു. അതങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ. ആരോടെങ്കിലും ആർക്കെങ്കിലും പ്രത്യേകമായ അടുപ്പമോ മറ്റോ ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ദഹിക്കാതെ വരും, അത് ഇഷ്ടപ്പെടാതെ വരും. അതിൻ്റെ പേരിൽ അവരെന്തെങ്കിലുമൊക്കെ കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ട്. കഥയായി തന്നെ കേട്ടാൽ മതി. പക്ഷെ കഥയിലെ കാര്യം നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. തൻ്റെ അന്തഃപുരത്തിലുള്ള ബാക്കി എല്ലാവർക്കും ഈ പെണ്ണിനെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു പകയും പരാതിയുമുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് താൻ അവളെ അങ്ങനെ ആദരിച്ചത്, അവൾക്ക് പ്രത്യേക അടുപ്പം കൊടുത്തത് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് രാജാവ് ഒരു പരിപാടി ആവിഷ്കരിച്ചു. എന്തായിരുന്നു പരിപാടി എന്ന് വെച്ചാൽ, ഒരു ദിവസം രാജകൽപ്പന അനുസരിച്ചിട്ട് കൊട്ടാരത്തിലെ വലിയ നടുത്തളത്തിൽ ഹാളിൽ എല്ലാ പ്രധാനപ്പെട്ട കൊട്ടാരക്കാരെയും വിളിച്ചു വരുത്തി. അന്തഃപുരത്തിലെ ഇത്തരം ആളുകളെയും ഉത്തരവാദപ്പെട്ടവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് രാജാവ് തൻ്റെ ഉള്ളിലിരിപ്പ്, അഥവാ ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ബുദ്ധിമതിയാണ്, അവൾ തൻ്റെ അടുക്കൽ ഇത്രയും അർഹത ലഭിച്ചതിൻ്റെ കാരണം ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ഒരു മത്സരം വെച്ചു. എന്താ മത്സരം എന്ന് വെച്ചാൽ, ഖജനാവിലുള്ള വലിയ വലിയ ആഭരണങ്ങൾ, രത്നങ്ങൾ, വൈഡൂര്യങ്ങൾ പോലെയുള്ള വിവിധ സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ ഹാളിൽ പരക്കെ വിതറിയിട്ടു. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഞാനൊരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഉദാഹരണത്തിന് പറയാം, 1 മുതൽ 10 വരെ എണ്ണുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കൈവക്കാം. നിങ്ങളിൽ പെട്ടെന്ന് ഓടിപ്പോയി ആര് എന്തിലാണോ കൈവക്കുന്നത് അത് അവർക്ക് സ്വന്തമാവുകയും ചെയ്യും. ഒരു ചാൻസ് കൊടുക്കുക രാജാവ്. ഇത് കേൾക്കേണ്ട താമസം തങ്ങളുടെ കണ്ണ് എഞ്ചിപ്പിക്കുന്ന തരത്തിൽ മുന്നിൽ വിതറപ്പെട്ടിരിക്കുന്ന വൈഡൂര്യങ്ങളും രത്നങ്ങളും ആഭരണങ്ങളും സ്വർണ്ണവെള്ളികളും ഒക്കെ കണ്ടിട്ട് ബുദ്ധിമാന്മാരെന്ന് വിചാരിച്ചിരുന്ന കൊട്ടാരത്തിലെ പ്രധാനികൾ ഓരോരുത്തരും 1, 2, 3 എന്നെണ്ണി 10 എത്തുന്നതിന് മുമ്പായി അവരവരുടെ വിലപിടിപ്പുള്ള സമ്മാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഓടിപ്പോയി ഓരോ സാധനത്തിൽ തൊട്ടു. ചില ആളുകൾ തങ്കത്തിൽ തൊട്ടു, ചില ആളുകൾ സ്വർണത്തിൽ തൊട്ടു. അതൊക്കെ അവരുടെ സ്വന്തമായി. രത്നവും മുത്തുകളും തൊട്ടവർക്കൊക്കെ അത് സ്വന്തമായി. നേരത്തെ പറഞ്ഞ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മൊയന്തായി, മഫായി, എന്നാൽ രാജാവിൻ്റെ സന്നിധിയിൽ വലിയ അടുപ്പവും പരിഗണനയും ഒക്കെയുള്ള അവള് അങ്ങനെ ദ്രുതഗതിയിൽ ഓടിപ്പോയി ഒന്നും തൊടാതെ മെല്ലെ 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 ഇങ്ങനെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവളെ നോക്കിയിട്ട് പരിഹാസത്തോടു കൂടി കണ്ണിറുക്കി. ഇന്നെങ്കിലും രാജാവിന് മനസ്സിലാവുമല്ലോ ഈ മണ്ടത്തരത്തിൻ്റെ, മണ്ടിയുടെ
അവസ്ഥ എന്ന് ആളുകളൊക്കെ ആത്മകഥം ചെയ്തു. പ്രിയപ്പെട്ടവരെ, മെല്ലെ മെല്ലെ ഇവള് അവിടെ ഉണ്ടായിരുന്ന ഓരോ സാധനങ്ങളിലേക്കും ശ്രദ്ധിക്കാത്ത തരത്തിൽ പതുക്കെ നടന്നു വന്നിട്ട് ഈ വിതറപ്പെട്ട സാധനങ്ങളുടെ നടുവിൽ പീഠത്തിൽ ഇരിക്കുകയായിരുന്ന മഹാരാജാവിൻ്റെ ശിരസിൽ കൈവച്ചു, മഹാരാജാവിൻ്റെ തലയിൽ തൊട്ടു. എല്ലാവരും അത്ഭുതത്തോടുകൂടി ഇതെന്ത് കഥയാണെന്നറിയാതെ ഞെട്ടിത്തെറിച്ച് നോക്കുന്നതിനിടയിൽ രാജാവ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് എഴുന്നേറ്റു. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, എല്ലാവരെയും കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്, നീ ഈ ആളുകളൊക്കെ ഇവിടുത്തെ വൈഡൂര്യത്തിൽ കൈവച്ചു, അതുപോലെ സ്വർണ്ണവള്ളികളിൽ കൈവച്ചു, ആഭരണങ്ങളിൽ കൈവച്ചു, നീ അതൊന്നും സ്വന്തമാക്കാൻ ആഗ്രഹിക്കാതെ എന്താ ഇവിടെ വന്നിങ്ങനെ കൈവച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി, രാജാവേ, ഞാൻ ആലോചിച്ചപ്പോൾ ഒരാൾ സ്വർണത്തിൽ കൈവച്ചാൽ അതുമാത്രമാണ് അയാൾക്ക് കിട്ടുക, വെള്ളിയിൽ കൈവച്ചാൽ അതാണ് അയാൾക്ക് കിട്ടുക, മുത്തിലോ രത്നത്തിലോ കൈവച്ചാൽ അതാണ് കിട്ടുക. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ അങ്ങയുടെ തലയിൽ കൈവച്ച് എനിക്ക് അങ്ങയെ സ്വന്തമായി കിട്ടിയാൽ പിന്നെ ഈ രാജ്യവും രാജ്യത്തുള്ള സർവ്വ വസ്തുക്കളും എൻ്റേതുപോലെ ആയല്ലോ എന്നവൾ പറഞ്ഞു. കഥയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഈ ഉപദേശങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കാൻ ഇത് ഏറെ ഉപകരിക്കും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തുറന്നിട്ടിരിക്കുന്ന വിശാലമായ അവസരങ്ങളുടെ കവാടങ്ങൾ, സ്വർഗത്തെ സ്വന്തമാക്കുവാനും അതിൻ്റെ നിഅമത്തുകളൊക്കെ നേടിയെടുക്കുവാനും അതിനായി പട്ടിണിയിരിക്കുവാനും അതിനുവേണ്ടി ഉറക്കമൊഴിയുവാനും ഒക്കെ അള്ളാഹു നമുക്ക് അവസരം തന്നു. അതിനൊക്കെ അള്ളാഹു നമ്മളിൽ നിന്നതൊക്കെ കബൂലാക്കുമാറാകട്ടെ. എന്നാൽ അതിലെല്ലാത്തിലും ഉപരിയായി ഖുർആനിൽ തന്നെ സ്വർഗത്തെ സംബന്ധിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വിശേഷിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പറഞ്ഞു തന്ന വലിയൊരു തത്വമുണ്ട്, ഒരു സന്ദേശമുണ്ട്. വറിദ്വാനും മിനല്ലാഹി അക്ബർ, വറിദ്വാനും മിനല്ലാഹി അക്ബർ. ഈ ആകർഷണീയമായ സ്വർഗത്തിൻ്റെ അലങ്കാരങ്ങളെക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും വലുത് നിങ്ങളുടെ റബ്ബിൻ്റെ പ്രീതിയാണ്, നിങ്ങളുടെ റബ്ബിൻ്റെ പൊരുത്തമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാം നിങ്ങളുടേതായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോമ്പ് എന്ന ഈ അമലിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ വാക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ രക്ഷിതാവിനെ സ്വന്തമാക്കാനുള്ള, അവൻ്റെ അടുപ്പക്കാരായി മാറാനുള്ള, അവൻ്റെ സ്വന്തക്കാരായി തീരാനുള്ള ഒരു ഉന്നതമായ കർമ്മമാണ് നോമ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പട്ടിണി ഒരു ആവേശമായി മാറും, നമ്മുടെ വിശപ്പും ദാഹവും സഹിക്കുന്നത് നമുക്കൊരു സന്തോഷമായി തീരും. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു അവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ആശയം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് മുമ്പുള്ള സമുദായങ്ങൾക്കൊന്നും അല്ലാഹു തആല കൊടുക്കാത്ത 5 പ്രത്യേകതകൾ എൻ്റെ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. ഈ റമദാനുമായി ബന്ധപ്പെട്ട് മറ്റ് സമുദായങ്ങൾക്കൊന്നും അല്ലാഹു തആല കൊടുത്തിട്ടില്ലാത്ത പ്രത്യേകതകൾ എൻ്റെ സമുദായത്തിന് അല്ലാഹു തആല തന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 5 കാര്യങ്ങളിൽ ചിലത് എണ്ണി പറഞ്ഞപ്പോൾ അവരുടെ വായയുടെ ഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാളും സുഗന്ധപൂരിതമാണ് എന്ന് പഠിപ്പിച്ചു. അള്ളാഹുവും അടിമയും തമ്മിലുള്ള ബന്ധം നമ്മൾ ആലോചിക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വായയിൽ നിന്നോ അല്ലെങ്കിൽ ആമാശയത്തിൽ നിന്നോ പുറത്തേക്ക് വരുന്ന ആ ദുർഗന്ധത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കസ്തൂരിയുടെ ഗന്ധത്തെക്കാൾ ഏറെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നുവെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ രക്ഷിതാവുമായുള്ള ബന്ധം, രക്ഷിതാവുമായുള്ള അടുപ്പം, അത് വളരെ പ്രാധാന്യത്തോടുകൂടി കാണണം. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. വലദിക്റുല്ലാഹി അക്ബർ, വറിദ്വാനും മിനല്ലാഹി അക്ബർ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ സ്മരണയും അവൻ്റെ ഓർമ്മയും നമ്മളിൽ എപ്പോഴും നിലനിർത്താൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് നമ്മൾ മറന്നു പോകരുത്. അതിനുവേണ്ടിയാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലും അള്ളാഹുവിൻ്റെ വാചകങ്ങളിലുമൊക്കെ എത്രത്തോളം ആവേശത്തോടുകൂടി നമ്മളുടെ മുൻഗാമികളായ മഹത്തുക്കൾ അമൽ ചെയ്തിരുന്നു. അവരുടെ ആവേശപൂർണമായ ജീവിത മാതൃകയെ നമ്മൾ മറക്കാതെ ഈ പരിശുദ്ധ നാളുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടേയിരിക്കണം. അവരുടെ രാത്രികളെ അവർ സജീവമാക്കിയത്, അവരുടെ പകലുകളെ അവർ സജീവമാക്കിയത്. നമ്മളൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജീവിതാനന്ദത്തിന് വേണ്ടിയിട്ടോ
രാവും പകലും പാഴാക്കി എന്തെല്ലാം അധ്വാനങ്ങളും മെനക്കെടുകളും ഇതുവരെ നടത്തിയിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നോറുകളായ മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ അധികമായി അള്ളാഹുവിനെ കണ്ടെത്താൻ, അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കാൻ, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അന്വേഷിച്ചുകൊണ്ട് കറങ്ങി നടന്നു. അവർക്ക് അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ ആനന്ദമായി മാറി. ഒരു മഹാനായ സൂഫി വര്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഷഖീഖ് ബൽഖി എന്നാണ്. അദ്ദേഹം പറയുന്ന ഒരു രസകരമായ അല്ലെങ്കിൽ മനോഹരമായ ചില വാചകങ്ങളുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ 5 കാര്യങ്ങളെ തേടി അലഞ്ഞു. 5 കാര്യങ്ങളെ തേടി അലഞ്ഞു. ആ 5 കാര്യങ്ങൾ എനിക്ക് 5 സ്ഥലത്തു നിന്നാണ് കിട്ടിയത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, സാധാരണ നമ്മൾ പലതും തേടി അലയുന്നുണ്ട് അല്ലേ? നമ്മളുടെ ഈ അലച്ചിൽ അവസാനിക്കുന്നുമില്ല. അള്ളാഹു നമുക്കൊക്കെ നല്ല ആഫിയത്തും സിഹത്തും സലാമത്തും ഈമാനോടുകൂടിയുള്ള മരണമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിങ്ങനെ പലതും തേടി അലയുകയാണ്. ആ അലച്ചിലായി എവിടൊക്കെ നമ്മൾ എത്തുന്നു, അവസാനം എവിടെ നമ്മൾ അവസാനിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ അവരെത്ര ബുദ്ധിമാന്മാരായിരുന്നു. അദ്ദേഹം പറയാണ്, ഞാൻ 5 കാര്യങ്ങൾ തേടി അലഞ്ഞു. ഞാൻ 5 സ്ഥലത്തു നിന്നും അത് കണ്ടെത്തുകയും ചെയ്തു. അതിൽ ഒന്നാമത്തെ എന്താണെന്നറിയോ? ജീവിതാവശ്യങ്ങളിലുള്ള ബറക്കത്ത്. അത് നമുക്കൊക്കെ വേണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെ അന്വേഷിക്കുന്നതും അധ്വാനിക്കുന്നതും അതാണല്ലോ. ജീവിതാവശ്യത്തിലുള്ള ബറക്കത്ത്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളിപ്പോൾ പറയാൻ നിന്നാൽ ഈ സമയം തികയൂല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ജീവിതത്തിൽ കുറേ സമ്പത്ത് കിട്ടുക എന്നുള്ള അർത്ഥത്തിലല്ല, കുറേ വിഭവങ്ങൾ ഉണ്ടാവുക എന്ന അർത്ഥത്തിലല്ല. അതിൽ അള്ളാഹു ബറക്കത്ത് തരിക. ആ ബറക്കത്ത് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്ന് ഞാൻ അന്വേഷിച്ച് അവസാനം എനിക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞത് ളുഹാ നമസ്കാരത്തിലാണ് എന്നാണ്. രണ്ടാമത്തേത്, ഖബറിൻ്റെ പ്രകാശം എവിടെ കിട്ടും? ഖബറിൻ്റെ പ്രകാശം എവിടെ കിട്ടും? കറണ്ട് പോയാൽ ഉടനെ ഇൻവെർട്ടർ തെളിയണമെന്നാ, ഇൻവെർട്ടർ ഇല്ലെങ്കിലോ ജനറേറ്റർ ഓൺ ആക്കണമെന്നാ അല്ലേ? അതുമില്ലെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് മെഴുകുതിരിയോ മറ്റോ കരുതി വെക്കണമെന്ന് നമ്മൾ പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. എനിക്ക് ഇന്നിവിടെ എൻ്റെ ഇരുളുകളെ അകറ്റാൻ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നാളെ ഞാൻ ഒറ്റപ്പെട്ടവനായി ഖബറിൽ വസിക്കുമ്പോൾ ഖബറിൽ ഒരു വെളിച്ചം വേണ്ടേ? അവിടുത്തെ ഇരുള് മാറാൻ എന്താ മാർഗം? അതിന് ഞാൻ എന്തെങ്കിലും ഒരു ഏർപ്പാട്, സംവിധാനം ഉണ്ടാക്കണ്ടേ? അത് ഞാൻ അന്വേഷിച്ച് നടന്നപ്പോൾ എനിക്കത് കണ്ടെത്താൻ കഴിഞ്ഞത് തഹജ്ജുദ് നമസ്കാരത്തിലാണ്. അതുപോലെ മുൻകർ നക്കീർ അലൈഹിസ്സലാമയുടെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലാണ് കണ്ടെത്തിയത്. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ വളരെ ലളിതമായ നിലയിൽ എൻ്റെ സഹോദരങ്ങളോട് ഇതൊക്കെ പങ്കുവെക്കുന്നത് നമ്മളൊന്ന് ആത്മാർത്ഥമായ നിലയിൽ ആലോചിക്കാൻ വേണ്ടിയാണ്. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പലരെയും നേരിടേണ്ടി വരുന്നുണ്ട്. ആ നേരിടേണ്ടി വരുന്നവരോടൊക്കെ പറയാനുള്ള മറുപടികൾ നന്നായി നമ്മൾ സംഭരിച്ചു വെക്കുന്നുണ്ട്. നമ്മളുടെ വാക്ചാതുര്യം കൊണ്ടും സാമർഥ്യം കൊണ്ടും അവരെയൊക്കെ ചിലപ്പോൾ നമുക്ക് പരാജയപ്പെടുത്താനും തോൽപ്പിക്കാനും കഴിയുന്നുണ്ട്. ആരുടെ മുമ്പിലും നമ്മൾ തോറ്റുകൊടുക്കാറില്ലല്ലോ. പക്ഷെ നമ്മളുടെ ഒക്കെ ഈ സാമർഥ്യങ്ങൾ അസ്തമിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്, ഒരു സമയമുണ്ട്. അത് നമ്മളുടെ ഖബറുകളിൽ നമ്മൾ ഒറ്റപ്പെട്ട് അടയ്ക്കപ്പെടുമ്പോഴാണ്. അവിടെ എന്നോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വരുന്ന 2 മലക്കുകളുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? അതിനെന്താ മാർഗം? എനിക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും മെമ്മറിയിൽ എനിക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ? എന്താ മാർഗം? പ്രിയപ്പെട്ടവരെ, ഇത് തമാശയും കളിയുമായി നമ്മൾ ഗണിക്കരുത്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന പരമാർത്ഥങ്ങളും വസ്തുതകളുമാണ്. അവിടെ നമ്മളുടെ എല്ലാവരുടെയും കഴിവുകളും സാമർഥ്യവും അസ്തമിക്കുകയും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരർത്ഥത്തിൽ വിലങ്ങ് വെക്കപ്പെട്ട് തടവറയിൽ പാർപ്പിക്കപ്പെട്ടവരാണ്. നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന വേളയിൽ നമുക്ക് മറുപടി പറയാൻ എന്താ മാർഗം? ഷഖീഖ് ബൽഖി റഹിമഹുല്ലാ അവർ പറയാം, ഞാൻ അതിൻ്റെ മറുപടി അന്വേഷിച്ച് അത് എവിടുന്ന് കണ്ടെത്തും എന്ന് സെർച്ച് ചെയ്തപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ അത് ഞാൻ കണ്ടെത്തി. പരിശുദ്ധ ഖുർആൻ ആദ്യാവസാനം മനസ്സിരുത്തി ഓതിക്കൊണ്ടേയിരിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിട്ട് ഒരു തിരിച്ചറിവുണ്ടാക്കും. ജീവിതത്തിൽ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചിട്ട് എനിക്ക് മാർഗദർശനം നൽകും. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഒരു മറുപടി കരഗതമാക്കും. ആ മറുപടിയാണ് നാളെ മുൻകർ നക്കീറിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ എനിക്ക് സാധിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ മഹാനവറുകൾ പറയുകയാണ്, നാളെ സിറാത്ത് പാലത്തിലൂടെ എല്ലാവരും കടന്നു പോകേണ്ടി വരും. ദ്രുതഗതിയിൽ കടന്നു പോകാനുള്ള മാർഗം എന്താണ് എന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് നോമ്പിലും ദാനത്തിലും അതിനുള്ള മാർഗമുണ്ടെന്നാണ്.
നോമ്പിലൂടെയും ദാനധർമ്മത്തിലൂടെയും സിറാത്ത് പാലം വേഗം കടന്നു പോകാനുള്ള അവസ്ഥ എനിക്ക് അള്ളാഹു തരും എന്ന് ഞാൻ കണ്ടെത്തി. അവസാനമായി അദ്ദേഹം പറയുകയാണ്, അർശിൻ്റെ തണൽ കിട്ടണം. അർശിൻ്റെ തണൽ. ഇന്ന് നമുക്ക് നമ്മളുടെ മാതാക്കളുടെ മടിയുണ്ട്, നമ്മളുടെ പിതാക്കന്മാരുടെ തണലുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ ഭാര്യമാരുടെ ഓരത്തിരിക്കുമ്പോഴുള്ള ആശ്വാസത്തിൻ്റെ തണലുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മുടെ പ്രിയങ്കരരായ കുഞ്ഞുങ്ങളെ അരികിൽ വെച്ച് താലോലിക്കുമ്പോഴുള്ള ഒരു ജീവിത സുഖവും തണലും ആശ്വാസവും സമാധാനവും ഉണ്ട്. എന്നാൽ മരണത്തോടുകൂടി ഖബറിലൂടെ സഞ്ചരിച്ച് മഹ്ശറയിലെത്തിക്കഴിയുമ്പോൾ അവിടെ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ തീക്ഷ്ണമായ ചൂടേറ്റ് തളർന്ന് അതിൽ നിന്നും രക്ഷ കിട്ടാനായി, മുക്തി കിട്ടാനായി ഒരഭയസ്ഥാനം അന്വേഷിക്കുന്ന വേളയിലാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു തആല ചില ആളുകൾക്ക് അർശിൻ്റെ തണൽ കൊടുക്കുന്നത്. ഈ അർശിൻ്റെ തണൽ കിട്ടുന്നത് ആർക്കാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ ഇവിടെ താൽക്കാലികമായ ഒരു മേൽക്കൂരയോ ഒരാശ്വാസത്തിൻ്റെ തണലോ ഉണ്ടാക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നതിനേക്കാളും ഒട്ടേറെ അധ്വാനിക്കേണ്ട ഒരു വഴിയാണ് അതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അർശിൻ്റെ തണൽ കിട്ടാനുള്ള മാർഗം എന്താണ് എന്ന് ഞാൻ പരതിയപ്പോൾ എനിക്കത് ലഭിച്ചത് എവിടെയാണെന്നറിയോ? ഒറ്റയ്ക്കിരുന്ന് എൻ്റെ റബ്ബിനെ ധ്യാനിക്കുകയും അവനെ ചിന്തിച്ചുകൊണ്ടും അവൻ്റെ റഹ്മത്ത് ആശിച്ചുകൊണ്ടും അവനോട് പാപമോചനം തേടിക്കൊണ്ടും ആ ഏകാന്തമായ ഒറ്റയ്ക്കിരുന്നുള്ള ഓർമ്മയിൽ കണ്ണ് നിറഞ്ഞ് കരയുകയും ചെയ്യുക. അതിലാണ് എനിക്ക് അർശിൻ്റെ തണൽ കിട്ടുക എന്ന് ബോധ്യപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഹ്മത്തിൻ്റെ 10 ദിവസങ്ങൾക്ക് ശേഷം മഗ്ഫിറത്തിൻ്റെ 10 ദിവസം കടന്നു വരുന്ന ഈ വേളയിൽ നമ്മളൊക്കെ ആത്മാർത്ഥമായ നിലയിൽ ഈ ഒരർത്ഥത്തിൽ ആലോചിക്കണം. നമ്മൾ നമ്മുടെ പരലോകത്തേക്കുള്ള യാത്ര സുഖകരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സമ്പാദ്യങ്ങളും മാർഗവുമാണ് കരുതി വച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ബറക്കത്തുകളും സുഖകരമായ മുമ്പോട്ടുള്ള യാത്രയും എളുപ്പമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള അധ്വാനത്തിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറന്നു കളയുകയാണ്, കൈവിട്ടു പോവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിതാവശ്യത്തിലുള്ള ബറക്കത്ത് പോലും അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുഹാ നമസ്കാരം പോലെയുള്ള ഇബാദത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുഹാ നമസ്കാരത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്നായി ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ ഒരു മനുഷ്യന് സുബഹി നമസ്കാരം നിർവഹിക്കുകയും ചില റിവായത്തുകളിൽ ഇമാമും ജമാഅത്തുമായി സുബഹി നമസ്കരിക്കുകയും അതേ സ്ഥലത്ത് തന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരിക്കുകയും ചെയ്താൽ അവന് 4 അറബി അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർക്കാവുന്നതാണ് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ മറ്റ് കാലങ്ങളിൽ നമുക്ക് ഇത്തരം ഹദീസുകളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മളെക്കൊണ്ടത് പറ്റൂല, കാരണം നമുക്ക് തിരക്കിട്ട് ഓടാനുണ്ട്, പായാനുണ്ട്, പല പണിയുണ്ട് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളിൽ അധിക പേർക്കും എന്നല്ല, ആർക്കും തന്നെ പ്രത്യേകിച്ച് ഒരു പണിയുമില്ലല്ലോ, എവിടെയും പായാനും പോകാനും ഇല്ലല്ലോ. ഈ സമയത്ത് നമുക്ക് ഈ അമല് നിഷ്ഠയുള്ളതാക്കി തീർക്കാൻ സാധിക്കും, അനുഷ്ഠിക്കാൻ സാധിക്കും. സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെയുള്ള ആ സമയം ഖുർആൻ ഓതുക, ദിക്ർ ചെയ്യുക, അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ അധികമായ നിലയിൽ വസബ്ബിഹൂഹു ബുക്രത്തം വ അസീല എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിനെ അധികമായ നിലയിൽ സ്മരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സമയത്തെ നമ്മൾ വിനിയോഗിക്കുക. സൂര്യോദയം വരെ ഇരുന്നാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഉലമാക്കൾ, ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ സൂര്യോദയത്തിന് ശേഷമുള്ള കറാഹത്തിന്റെ സമയം ഏകദേശം 20 മിനിറ്റെങ്കിലും കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കുക, 4 റക്അത്ത് നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യത്യസ്തമായ ഹദീസുകളിലൂടെ ആ സമയത്തുള്ള നമസ്കാരത്തിന്റെ വലിയ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 2 റക്അത്ത് നമസ്കരിക്കുന്നതോടുകൂടി അന്നത്തെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുകയാണെന്ന് ചില ഹദീസുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണമായ നിലയിൽ അനുഷ്ഠിക്കപ്പെടുന്ന ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം നൽകുമെന്ന വാഗ്ദാനം നമുക്ക് നൽകിയിട്ടുണ്ട്. ദുഹാ നമസ്കാരത്തെ സംബന്ധിച്ചിട്ട് വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ നമുക്ക് ഒരുപാട് ഫളായിലുകളും ശ്രേഷ്ഠതകളും കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ എല്ലാ പ്രഭാതത്തിലും ഒരു മനുഷ്യൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവന്റെ ശരീരത്തിലെ 300 ശിഷ്ടം ജോയിൻസുകളുണ്ട്. അവന്റെ ശരീരത്തിലെ വിവിധങ്ങളായ ജോയിന്റുകൾ, ഈ ജോയിന്റുകളൊക്കെ കൃത്യമായ നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പടച്ചവന്റെ വലിയ അനുഗ്രഹമല്ലേ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും സിഹത്തും നീട്ടിത്തരുമാറാകട്ടെ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഇടത്തെ കൈ പൊങ്ങുന്നില്ല, അല്ലെങ്കിൽ ഇടത്തെ കൈയുടെ വിരലുകൾ അനങ്ങുന്നില്ല, അത് മടങ്ങുന്നില്ല.
അല്ലെങ്കിൽ കണ്ണ് തുറക്കാൻ ശ്രമിച്ചിട്ട് കണ്ണ് തുറക്കുന്നില്ല, തുറന്ന കണ്ണിന് ചിലപ്പോൾ കാഴ്ചയില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു സുലാമ മിനന്നാസി ലഹു അലൈഹി സദഖ. എല്ലാ പ്രഭാതത്തിലും സുഖകരമായ നിലയിൽ നിന്റെ അവയവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കുന്നതിന്റെ പേരിൽ അള്ളാഹുവിനോട് ഈ പറയുന്ന 300 ശിഷ്ടം അഫ്സലുകൾക്കും പകരമായി നീ തസ്ബീഹ് ചെയ്യണം, ദിക്ർ ചെയ്യണം, ശുക്ർ ചെയ്യണം, അവന് നന്ദി രേഖപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരാളോടൊരു നന്മ ഉപദേശിച്ചാൽ അത് സദഖയാണ്, ഒരു തിന്മ തടഞ്ഞാൽ അത് സദഖയാണ്. ഇങ്ങനെ ഓരോന്നും സദഖയാണ് സദഖയാണ് സദഖയാണെന്ന് പറഞ്ഞിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതിനൊക്കെ പകരമായ നിലയിൽ നിന്റെ 2 റക്അത്ത് ളുഹയുടെ നമസ്കാരം ആയിത്തീരുന്നതാണ് എന്ന് പറഞ്ഞു. 2 റക്അത്ത് ളുഹ നമസ്കരിക്കാൻ കഴിഞ്ഞാൽ അത് ഇതിനൊക്കെ പകരമായി തീരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രസിദ്ധമായ ചില ഹദീസുകളുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. അത് പറയുമ്പോൾ നമുക്ക് മാനസികമായോ എന്തെന്നില്ലാത്തൊരു വൈകാരികത ഉണ്ടാവും. അബൂദർ റളിയല്ലാഹു അൻഹു അവറുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവറുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് പോലെ തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ അബൂദർ റളിയല്ലാഹു അൻഹു അവറുകളെ വിളിച്ചുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്താ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്? നബിതങ്ങൾ തങ്ങളുമായി കൂടുതൽ അടുപ്പമുള്ള തങ്ങളുടെ പ്രിയങ്കരായ ശിഷ്യഗണങ്ങളോട്, സഹാബത്തിനോട് പ്രത്യേകമായി നൽകിയ വസിയത്തുകളാണിത്, പ്രത്യേകമായ ഉപദേശമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവറുകൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ വാചകം കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എൻ്റെ ഖലീലായ ഹബീബ് എന്നോട് 3 കാര്യങ്ങളെ സംബന്ധിച്ച് വസിയത്ത് ചെയ്തു. എൻ്റെ ഖലീലായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർ റളിയല്ലാഹു അൻഹു അവറുകളും അപ്രകാരം തന്നെ പറഞ്ഞു, എൻ്റെ ഹബീബായ റസൂൽ എന്നോട് 3 കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് വസിയത്ത് ചെയ്തു. 3 കാര്യങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞു. എന്തൊക്കെയാണ്? ഔസാനി ഖലീലി ബി സലാസിൻ ലാ അദഅഹുന്ന ഹത്ത അമൂത്ത് സൗമ 3 അയ്യാമി മിൻ കുല്ലി ഷഹറിൻ വസലാത്തി ദുഹ വനൗമിൻ അലാ വിത്രിൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവറുകൾ പറഞ്ഞ വചനമാണ്. ഒന്നാമത്തെ, എൻ്റെ ഖലീലായ ഹബീബ് എന്നോട് വസിയത്ത് ചെയ്തത് ഞാൻ മരിക്കുന്നത് വരെയും ഈ 3 കാര്യം ഉപേക്ഷിക്കരുത് എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പട്ടിണിയിലും പരിവട്ടത്തിലും പങ്കാളിയായിരുന്ന സുഫത്തിന്റെ അഹലുകാരായിരുന്ന അബൂ ഹുറൈറ പോലെയുള്ളവരെ അരികിലിരുത്തി മാറോട് ചേർത്ത് പിടിച്ച് തലയിൽ കൈവച്ചുകൊണ്ട് അവർക്ക് നൽകാൻ തങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ വേറെ ഭൗതികമായ സമ്മാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തങ്ങൾ സ്നേഹത്തോടുകൂടി നൽകിയ ഈ ഉപദേശമുണ്ടല്ലോ, അത് ഭൗതികമായ കോടികൾ കിട്ടുന്നതിനേക്കാളും വൈഡൂര്യങ്ങൾ കിട്ടുന്നതിനേക്കാളും ഒക്കെ ശ്രേഷ്ഠമായിരുന്നു. എന്നോട് എൻ്റെ ഹബീബ് പറഞ്ഞു, ഞാൻ മരിക്കുന്നത് വരെയും ഈ 3 കാര്യവും ഉപേക്ഷിക്കരുത് എന്ന്. ഒന്നാമത്തേത് 3 ദിവസത്തെ നോമ്പ്. എല്ലാ മാസത്തിലും 3 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കണം സുന്നത്തായ നിലയിൽ. അതുപോലെ ളുഹയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം എന്ന് പറഞ്ഞു എന്നോട്. അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിച്ചിട്ടേ ഉറങ്ങാവൂ എന്നും കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതേ ആശയം അബൂദർ റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്. എൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ഉപദേശിച്ചു, വസിയത്ത് ചെയ്തു, ലൻ അദഅഹുന്ന മാ ഇശ്തു, ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം അത് 3ഉം ഒഴിവാക്കരുത് എന്നാ പറഞ്ഞത്. ബിസിയാമി 3 അയ്യാമി മിൻ കുല്ലി ഷഹറിൻ വസലാത്തി ദുഹ വബി അല്ല അനാമ ഹത്ത ഊത്തിറ. ഈ 3 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അമൽ ചെയ്യാൻ ശ്രമിക്കണം. 1, റമദാനിന് ശേഷമുള്ള മാസങ്ങളിൽ 3 ദിവസത്തെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണം. 2, ളുഹ നമസ്കാരം ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഇനി മരിക്കുന്നത് വരെ മുടങ്ങാതെ നിലനിർത്താൻ ശ്രമിക്കണം. അതുപോലെ വിത്ർ നമസ്കാരത്തിൽ നമുക്ക് നിഷ്ഠയുണ്ടാകണം. ഈ ഹദീസിൽ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് നമസ്കരിക്കുക എന്ന് പറഞ്ഞതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇനി ആളുകൾ ആവശ്യമില്ലാത്ത ചിന്തകളിൽ പല മസാലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കളയണ്ട. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവറുകളെ പോലെയുള്ളവർ ഇൽമിയായ ജോലി തിരക്കുകളിൽ രാത്രി വൈകിയും കഴിഞ്ഞുകൂടുമായിരുന്നു. ചിലപ്പോൾ വൈകി ഉറങ്ങുന്നതിന്റെ പേരിൽ തഹജ്ജുദിന്റെ സമയത്ത് 2ാമത് എഴുന്നേൽക്കാൻ കഴിയാതെ വരും എന്ന കാരണത്താൽ ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിച്ചിട്ട് ഉറങ്ങിക്കോ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇനി ഒരാൾ എനിക്ക് ഉറപ്പായിട്ടും സുബഹിക്ക് മുമ്പ് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയുമെന്ന ആ ഒരു മനക്കരുത്തോടു കൂടിയാണുള്ളതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ശ്രേഷ്ഠമായത് പാതിരാത്രി സമയത്ത് അഥവാ ഫജറിന് തൊട്ട് മുമ്പുള്ള സമയത്ത്
എഴുന്നേറ്റ് തഹജ്ജുദും വിത്രും ഒക്കെ നിസ്കരിക്കലാണ്. ഏതായിരുന്നാലും 3 കാര്യങ്ങൾ നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹവാത്സല്യത്തോടുകൂടി നമുക്ക് നൽകിയ വസിയത്താണ്. ആ വസിയത്ത് നമ്മൾ പാലിക്കാൻ ശ്രമിക്കണം. ഇതിലെ ഓരോ വിഷയങ്ങളും നമ്മൾ ആലോചിക്കണം. നമ്മളുടെ ജീവിതാവശ്യത്തിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദുഹാ നമസ്കാരത്തെ പതിവാക്കുകയും നമ്മളുടെ ഖബറിന്റെ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് തഹജ്ജുദ് നമസ്കാരത്തെ പതിവാക്കുകയും അതുപോലെ മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാമയുടെ സുആലിന് മറുപടി എളുപ്പമാകാൻ വേണ്ടിയിട്ട് മനസ്സിലെത്തി ഖുർആൻ ഓതുന്നത് വർദ്ധിപ്പിക്കുകയും സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നോമ്പിനെയും ദാനധർമ്മങ്ങളെയും സമ്പാദ്യമാക്കി കരുതുകയും അതുപോലെ നമ്മുടെ രക്ഷിതാവുമായുള്ള ബന്ധത്തെ സുദൃഢപ്പെടുത്തി ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ച് അവന്റെ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ കഴിവുകേടുകളെയും പാപകർമ്മങ്ങളെയും സംബന്ധിച്ച് ചിന്തിച്ച് കണ്ണിൽ നിന്നും കണ്ണുനീരിറ്റിക്കുന്ന ഒരു വലിയ അമല് നമ്മൾ ഹയാത്താക്കിയാൽ അർശിന്റെ തണൽ നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അമല് ഞാൻ പ്രത്യേകമായി എന്റെ സഹോദരങ്ങൾക്കൊക്കെ വസിയത്തിന്റെ രൂപത്തിൽ പറയുകയാണ്. ഉളുഹാ നമസ്കാരം, 3 ദിവസത്തെ സുന്നത്ത് നോമ്പ്, അതുപോലെ വിത്ർ നമസ്കാരം പതിവാക്കുക. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിന്റെ റഹ്മത്തും നമ്മളുടെ പാപകർമ്മങ്ങളും ചിന്തിച്ച് കരയുന്ന ഒരു പതിവും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ അതിന് വലിയ പ്രേരണയും പ്രാധാന്യവും പറഞ്ഞു തന്നിട്ടുണ്ട്. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹ്, 7 കൂട്ടർക്ക് അർശിന്റെ തണൽ കൊടുക്കുന്നതിനെ എണ്ണി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ വറജുലുൻ, ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷന് മാത്രമല്ല, പുരുഷനും സ്ത്രീയും ഒക്കെ പെട്ടു. ആരാണവർ? ദക്കറല്ലാഹ ഖാലിയൻ, ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ സ്മരിച്ചു, അള്ളാഹുവിന്റെ ഖുദ്റത്തുകൾ സ്മരിച്ചു, അവന്റെ റഹ്മത്ത് ഓർത്തു, നമ്മുടെ പാപകർമ്മങ്ങളും തെറ്റുകുറ്റങ്ങളും ചിന്തിച്ചു. അങ്ങനെ ആ ചിന്തയിലൂടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർക്ക് അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞു. എനിക്ക് സ്വന്തമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരനുഭവം എന്ന് പറയുന്നത്, ലോഡ് കണക്കിന് അരി ഒരു സഹോദരന്റെ ഗോഡൌണിൽ കൂട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. ലോഡ് കണക്കിന് അരിയുണ്ട്. അദ്ദേഹം അതിന്റെ ഹോൾസെയിൽ വ്യാപാരിയാണ്. പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു റിലീഫിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിന്റെ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ മുതലാളിയെ സമീപിച്ചുകൊണ്ട് ഒരു ചാക്ക് അരി തരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏങ്ങലടിക്കും. 1 ചാക്കോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. 1 ചാക്കോ അത് വേണോ? ഒരു 10 കിലോ തരാം എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ മടക്കാറുള്ളത്. സാധാരണ ഞാൻ ഈ പറയുന്നത് ഉദാഹരണത്തിലൂടെ നമുക്ക് കാര്യം ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. അതുമാത്രം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യണം. ഒരു പക്ഷേ നല്ല സമയത്ത് നമ്മളോട് 1 ചാക്ക് അരി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വിഷമമായിട്ട് തോന്നും, വലിയ ഭാരമായി തോന്നും. അത് കൊടുക്കാൻ നമുക്ക് സന്മനസ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് മനുഷ്യ സഹജമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരനെ സംബന്ധിച്ചിട്ട് എൻ്റെ സ്വന്തം അനുഭവം വെച്ച് പറഞ്ഞാൽ എത്രയോ ലോഡുകൾ അദ്ദേഹത്തിൻ്റെ ഗോഡൌണിലുണ്ട്. വെള്ളം ഇങ്ങനെ ശക്തിയായ നിലയിൽ എരച്ച് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടുന്നെങ്കിലും വല്ല വാഹനങ്ങളോ മറ്റോ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ അരി കൂടി വെള്ളത്തിൽ മുങ്ങുന്നതിന് മുമ്പ് ഒന്ന് എടുത്ത് ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കാമോ എന്ന് ചോദിക്കുക. ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കാവോ? പ്രിയപ്പെട്ടവരെ, സ്വന്തം അനുഭവത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അവസരമുണ്ടായിരുന്നു. ഇന്നലെ വരെ നമ്മൾ അതിൽ നിന്നും 1 മണി അരി കൊടുക്കുന്നത് വലിയ കാര്യമായി കണക്കാക്കി. 1 ചാക്കരി കൊടുക്കുന്നത് പറയുകയും വേണ്ട. ഇനി 1 ലോഡ് അരി വേണം. ഇവിടെ ഇപ്പം ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധുക്കൾ കഷ്ടപ്പെടുന്നു. അവർക്കൊക്കെ അരി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആചാര്യ നിങ്ങൾ 1 ലോഡ് തരണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം? അല്ലേ? സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നമുക്കിതൊക്കെ പാഠത്തിന് വേണ്ടി കാണിച്ചു തരുന്നതായിരിക്കും. ഇത്രയേറെ അരിയും ചാക്കുമൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് അതിന്റെ പിന്നിൽ പണം ചെലവഴിച്ച ഒരു മനുഷ്യന്റെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കും. പക്ഷെ നിർവാഹമില്ല. ഇനി എന്ത് ചെയ്യും? സമയം കഴിഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സഹാബാക്കളെക്കുറിച്ച് നമ്മൾ കേട്ടപ്പോൾ അവര് സക്കാത്തിന്റെ അളവ് നോക്കിയിട്ട് കൃത്യമായി കണക്ക് കൂട്ടിക്കുറച്ച് അതിന്റെ ശതമാനം നിജപ്പെടുത്തി കൊടുക്കുന്നവരായിരുന്നില്ലല്ലോ. അവര് സക്കാത്തിന്റെ 2.5% കുറിച്ചിട്ടൊന്നും അമിതമായി ചർച്ചയും മസാലയും ഒന്നും പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിംഗ് നടത്തിയിരുന്നവരായിരുന്നില്ല. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. സഹിഹായ റിവായത്തിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവറുകളെ തൊട്ടിപ്രകാരം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഏരിയയിൽ സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചയച്ചു, ഉത്തരവാദിത്തപ്പെട്ട് അയച്ചു. അദ്ദേഹം തന്റെ കൃത്യനിർവഹണത്തിന് വേണ്ടിയിട്ട് ആ ഏരിയയിൽ പോയി.
അവിടുത്തെ ആളുകളോട് ഓരോരുത്തരുടെയും സാമ്പത്തിക അവസ്ഥകളെ പരിഗണിച്ചിട്ട് അവർക്ക് ഇത്ര നിർബന്ധമാണ് എന്ന് പറഞ്ഞ് അവരിൽ നിന്നും സക്കാത്ത് ഈടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, പിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഒരു മനുഷ്യന്റെ മുമ്പിലെത്തിയിട്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് വകകളൊക്കെ അന്വേഷിച്ചു, വിവരങ്ങളൊക്കെ കണക്കാക്കി. എന്നിട്ട് ഈ വന്ന മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവറുകൾ ആ വീട്ടുകാരനോട് പറഞ്ഞു, കണക്ക് പ്രകാരം നിങ്ങൾക്ക് 1 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണൊട്ടകമാണ് സക്കാത്തായി കൊടുക്കേണ്ടത്. നമ്മൾ ഇന്നത്തെ പോലത്തെ ഉറുപ്പികയും പണവും ഒന്നും അല്ലല്ലോ അന്ന് അധികം കണക്കാക്കുക, ഇങ്ങനെയൊക്കെയാണല്ലോ കണക്കാക്കിയിരുന്നത്. 1 വയസ്സ് പ്രായമുള്ള പെണ്ണൊട്ടകമാണ് നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥൻ, അതാണ് നിങ്ങളുടെ കണക്ക് പ്രകാരം കൊടുക്കേണ്ടത്. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് മറ്റൊരഭിപ്രായമുണ്ട്. 1 വയസ്സ് പ്രായമുള്ള പെണ്ണൊട്ടകത്തെ കൊണ്ട് എന്ത് പ്രയോജനം കിട്ടാനാ? അതിന് പാലും ഉണ്ടാവുകയില്ല, അതിൻ്റെ മീതെ കയറി യാത്ര ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് ഇതാ ഉള്ളിൽ എനിക്ക് തടിച്ചു കൊഴുത്ത, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഒട്ടകമുണ്ട്, ഞാൻ അത് തരാം, ഇത് നിങ്ങൾ സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ നമ്മളുടെ മനസ്സ്, ഇന്നത്തെ സമൂഹത്തിൻ്റെ മനസ്സും ഈ സഹാബത്തിൻ്റെ മനസ്സും തമ്മിലൊന്ന് തട്ടിച്ചു നോക്കൂ. ഏതെങ്കിലും തരത്തിൽ പള്ളിക്കോ മദ്രസയ്ക്കോ അല്ലെങ്കിൽ സാധുക്കൾക്കോ എന്തെങ്കിലും കൊടുക്കണമെന്ന് ആരെങ്കിലും പ്രേരിപ്പിക്കുമ്പോൾ അവരോട് നമ്മൾ പറയാറുള്ള വർത്തമാനം നേരെ തിരിച്ചാണല്ലോ. 2000 ആണോ? ലോക്ക്ഡൗണിൻ്റെ കാലമല്ലേ, ഭയങ്കര ക്ഷാമവും പ്രയാസവും ഒക്കെ ഉള്ളതല്ലേ, ഒരു 200 എഴുത് എന്നല്ലേ നമ്മൾ പറയുക. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട് തഴമ്പിച്ച നമ്മൾ കേൾക്കണം സഹാബത്തിൻ്റെ സന്മനസ്സും വിശാലതയും. ആ മനുഷ്യൻ പറഞ്ഞു, 1 വയസ്സ് പ്രായമുള്ള പെണ്ണൊട്ടകം കൊണ്ട് എന്താകാനാ? ഇതാ ഈ തടിച്ചു കൊഴുത്ത വലിയ ഒട്ടകത്തെ നിങ്ങൾ സ്വീകരിക്കണം. വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദ്യോഗസ്ഥനാണ്, ഉബയ്യ് ഇബ്നു കഅബാണ്. അദ്ദേഹം പറഞ്ഞു, സഹോദര, നിങ്ങൾ കൂടുതൽ തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങാൻ എനിക്ക് അനുവാദമില്ല. എന്നോട് കണക്ക് പ്രകാരം ഇതാണ് സ്വീകരിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് അതല്ലാതെ സ്വീകരിക്കണമെങ്കിൽ എനിക്ക് ഡയറക്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുമതി വേണം, ഓർഡർ വേണം. തങ്ങളോട് ചോദിച്ചിട്ടല്ലാതെ എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല. പെട്ടെന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്രയിലാണ്, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നു. ഇന്നത്തെ രാത്രി നിങ്ങളുടെ പരിസരത്താണ് തങ്ങൾ തങ്ങുന്നത്, താമസിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി തങ്ങളോട് നേരിട്ട് അനുവാദം ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ കേൾക്കണം, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കേൾക്കണം. ആ സഹാബി അവിടെ എത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നബിയേ, ഇന്ന് വരെ ഞാനൊരു സാധുവായിരുന്നു, ഒരു ഗ്രാമീണനായിരുന്നു. അങ്ങയോ അങ്ങയുടെ ദൂതനോ എൻ്റെ അടുക്കൽ എൻ്റെ സമ്പത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ വലിയ ഭാഗ്യവാനായി. എൻ്റെ സമ്പത്ത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗത്തിൽ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ആദ്യത്തെ അവസരം എനിക്ക് നന്നായി ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം കണക്ക് നോക്കിയിട്ട് 1 വയസ്സുള്ള പെണ്ണൊട്ടകം എന്നാണ് പറഞ്ഞത്, അത് കൊടുത്താൽ എന്താകാനാ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇതാ ഞാൻ ഈ വലിയ ഒട്ടകത്തെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വീകരിക്കുന്നില്ല. ഞാൻ ആഗ്രഹത്തോടുകൂടി പറഞ്ഞതാണ്. ഞാൻ ആ ഒട്ടകത്തെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് അനുവദിക്കണം, അങ്ങ് സമ്മതിക്കണം, ഇത് സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിക്കൂ. നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പ്രഭാഷണവും പ്രസംഗവും ഒന്നും ഇല്ലാതെ ആ സമൂഹത്തിന്റെ മനസ്സ് എത്രത്തോളം ഉദാരതയിൽ വാർത്തെടുത്തു, സഹാനുഭൂതിയിൽ വാർത്തെടുത്തു, സഹസൃഷ്ടി സ്നേഹത്തിലും സേവന സന്നദ്ധതയിലും വാർത്തെടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വന്ന സഹാബിയുടെ അപേക്ഷ ശ്രദ്ധിച്ചു കേട്ടിട്ട് പറഞ്ഞു, സഹോദര, കണക്ക് പ്രകാരം നിനക്ക് അദ്ദേഹം പറഞ്ഞ ആ ഒരു പെണ്ണൊട്ടകത്തെയാണ് കൊടുക്കേണ്ടത്. അഥവാ കൂടുതൽ കൂലി കിട്ടാൻ വേണ്ടി നീ അതിനേക്കാൾ മുന്തിയത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കുക, അള്ളാഹു നിനക്ക് വലിയ പ്രതിഫലം തരും. നബിയെ, ഞാനത് ആഗ്രഹിച്ചതുകൊണ്ടല്ലേ ഇതാ കൂട്ടത്തിൽ കൊണ്ടുവന്നത്. ഇവിടെ വന്നിട്ട് മസാല ചോദിച്ചിട്ട് എന്തെങ്കിലും മസാലയുടെ പഴുതുപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് ഊരിപ്പോകാൻ വേണ്ടിയൊന്നും അല്ലല്ലോ. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ പ്രിയപ്പെട്ടവരെ. മസാല പിന്നെയും ചോദിച്ചു. ആ സഹാബി പറഞ്ഞു, നബിയെ, ഞാൻ കൊടുക്കാൻ ആഗ്രഹമുള്ളവനായതുകൊണ്ടാണ് എൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ആ ഒട്ടകത്തെ കൊണ്ടുവന്നത്. അങ്ങ് ദയവ് ചെയ്ത് ഇത് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. നമ്മൾ ജീവിച്ചിരിക്കെ ഒരു സാധുവിൻ്റെ കണ്ണിൽ നിന്നും വേദനയുടെ, നിരാശയുടെ, ഇല്ലായ്മയുടെ കണ്ണുനീര് ഒരിക്കലും ഇറ്റ് വീഴരുത്. ഞാൻ ജീവിച്ചിരിക്കുക അങ്ങനെ സംഭവിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്തിന് അവിടുന്ന് പഠിപ്പിച്ച ആ സന്മനസ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പരിശുദ്ധ റമളാനിന്റെ നല്ല നാളുകളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. ഇവിടെ ചില സഹോദരങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുകയും അതുപോലെ ഞാൻ പല സഹോദരങ്ങളോട് നിർബന്ധമായി പറയുകയും ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. നമ്മൾ നമ്മുടെ മഹല്ലുകളിൽ മുസ്ലിമീങ്ങളായ സഹോദരങ്ങളുടെ ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും ഒക്കെ ദൂരീകരിക്കുന്നതിന് വേണ്ടി അവർക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയും അവരെ പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനായി നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്.
പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ മഹല്ലുകളിൽ വസിക്കുന്ന ഒട്ടനവധി അന്യ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് സമുദായക്കാരായ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവരും പട്ടിണിയിലാണ്, അവരും തൊഴിലില്ലായ്മയിലാണ്, അവരുടെ വീടുകളിലും ചിലപ്പോൾ ദിവസങ്ങളായി അന്നം ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ്. അവരെയും പരിഗണിക്കേണ്ടത് ഇസ്ലാമികമായ നമ്മളുടെ ഒരു വലിയ ബാധ്യതയാണ്, വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മൾ റഹ്മത്തുല്ലിൽ ആലമീനായ കാരുണ്യത്തിന്റെ തിരുദൂതരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ്. നമ്മൾ പച്ചക്കരളുള്ള എല്ലാ ജീവികളോടും സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ട സമുദായമാണ്. നമ്മളുടെ മഹല്ലിലോ നമ്മുടെ വീടിൻ്റെ പരിസരത്തോ നമ്മുടെ അറിവിലോ ഒരു സഹോദരിയും ഒരു സഹോദരനും പട്ടിണി കിടക്കരുത്. അവർക്കും നമ്മൾ അവരുടേതായ ആവശ്യ വസ്തുക്കൾ കൊണ്ടെത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. ചില സഹോദരങ്ങളൊക്കെ അങ്ങനെ വിളിച്ച് ചോദിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇന്നലെ നമ്മൾ പറഞ്ഞ സൂറത്തുൽ ബഖറയുടെ സദഖ സക്കാത്തുകളുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നടത്തുന്ന ആയാത്തുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഈ വിഷയത്തെ എടുത്തു പറയുന്നുണ്ട്. ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫലിഅൻഫുസികും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ യുവഫ ഇലൈക്കും വഅൻതും ലാ തുദ്ലമൂൻ. ലൈസ അലൈക ഹുദാഹും, നീ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം കൊടുക്കുമ്പോൾ അവൻ നേർമാർഗം സിദ്ധിച്ചവനാകണം, അല്ലെങ്കിൽ അവൻ ഹിദായത്ത് പ്രാപിക്കണം, അവൻ മുസ്ലിം ആകണം എന്നൊന്നും ചിന്തിക്കേണ്ട അവകാശവും കാര്യമൊന്നും നിനക്കില്ല. വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫലിഅൻഫുസികും, നീ എന്തെങ്കിലും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയാണ് ചെലവ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം പ്രിയപ്പെട്ട, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കണം. നീ എന്തെങ്കിലും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, നീ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ, വമാ തുൻഫിഖൂ ഫലിഅൻഫുസികും എന്നാണ്. നീ സദഖ കൊടുക്കുന്നത്, നീ ദാനധർമ്മം ചെയ്യുന്നത്, നീ റിലീഫ് പ്രവർത്തനം ചെയ്യുന്നത് അവന്റെ വിശപ്പ് മാറാൻ വേണ്ടിയാണെന്ന് തോന്നിയാൽ പോലും അല്ല. നീ നിന്റെ പരിശുദ്ധി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിനക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിന്റെ മനസ്സിന് ആശ്വാസം കിട്ടാൻ, നിനക്ക് പരലോകത്ത് മോക്ഷം കിട്ടാൻ, നിനക്ക് വേണ്ടിയാണ് നീ കൊടുക്കുന്നത്. വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫലിഅൻഫുസികും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, നീ നിന്റെ റബ്ബിന്റെ പൊരുത്തത്തെ ആശിച്ചുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് അത് വാങ്ങുന്നവൻ ആരാണ്, അവൻ സൽവൃത്തനാണോ ദുർവൃത്തനാണോ എന്നൊന്നും നീ നോക്കാൻ നിൽക്കണ്ട. പട്ടിണി കിടക്കുന്നവന്റെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, പ്രയാസപ്പെടുന്നവന്റെ, അവശത അനുഭവിക്കുന്നവന്റെ ആവശ്യത്തെ പൂർത്തീകരിക്കാൻ നീ ആത്മാർത്ഥമായി നിലയിൽ പ്രവർത്തിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയാം. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ ഉലമാക്കൾ ഒരു സംഭവം എഴുതുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്ത് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരാളെ ഒപ്പം കൂട്ടുക എന്ന് പറയുന്ന പതിവുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഞാൻ വയറ് നിറയ്ക്കുന്നത് ശരിയല്ല, അത് മുസ്ലിമീങ്ങൾക്ക് പറ്റിയ മനസ്സല്ല. ഞാൻ എൻ്റെ വയറ് നിറയ്ക്കുക, എൻ്റെ ആവശ്യം പൂർത്തിയാക്കുക, അതൊരിക്കലും ഒരു മുസൽമാന് പറ്റിയ മനസ്സല്ല. ആരെങ്കിലും ഒന്നോ രണ്ടോ ആളെയെങ്കിലും ഒപ്പം കൂട്ടി അവരുടെ വിശപ്പ് കൂടി എന്നോടൊപ്പം തീർക്കാൻ ശ്രമിക്കുക എന്ന വിശാല മനസ്ഥിതിയാണ് ഒരു മുസ്ലിം കൈക്കൊള്ളേണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാം പതിവ് പോലെ അങ്ങനെ ഒരാളെ കൂട്ടിക്കൊണ്ടുവന്ന് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അയാൾ ഒരു അഗ്നി ആരാധകനായിരുന്നു, തീയെ ആരാധിക്കുന്ന ആളായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് പെട്ടെന്ന് കോപം വന്നു, ദേഷ്യം വന്നു. നീ അള്ളാഹുവിനെ ആരാധിക്കാതെ അവന്റെ സൃഷ്ടിയായ കേവലം ഒരു അഗ്നി ആരാധിക്കുന്നവനാ, നിനക്ക് ഞാൻ ഭക്ഷണം തരൂല, പോ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ വേദനയോടുകൂടി പുറത്തേക്ക് വന്നു, വേദനയോടുകൂടി പുറത്തേക്ക് പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമയിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ അടുക്കൽ വഹി എത്തിച്ചു. ഇബ്രാഹിം, നീ എന്ത് അതിക്രമമാണ് ചെയ്തത്? കഴിഞ്ഞ 70 വർഷക്കാലമായി എന്നെ ആരാധിക്കാതെ, എന്നെ വിളിക്കാതെ അഗ്നി ആരാധിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യന് ഞാൻ ഭക്ഷണം കൊടുത്തു, ഞാൻ അവന് ഉറങ്ങാൻ ഇടം കൊടുത്തു, ഞാൻ അവനോട് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അവനോട് ഞാൻ അവൻ്റെ മതം ചോദിച്ചില്ല, അല്ലേ, അവൻ്റെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ല. ഞാൻ അവന് എന്തുകൊണ്ട് ഒരു നേരം നിനക്ക് അവനെ സൽക്കരിക്കാൻ കഴിഞ്ഞില്ല? പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട് ബേജാറായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തേക്കിറങ്ങി ഓടി പാഞ്ഞു. ആ മനുഷ്യനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ കയ്യെ കാലെ പിടിച്ചിട്ട് അദ്ദേഹത്തിനെ അനുനയിപ്പിച്ച് വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളിപ്പോൾ പെട്ടെന്ന് എൻ്റെ പിന്നാലെ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ എന്താ കാരണം? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹു അവങ്കൽ നിന്നും ഇങ്ങനെ എനിക്ക് വഹി അറിയിച്ചു. 70 വർഷക്കാലമായി എന്നെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ കിടക്കാൻ ഇടം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യന്റെ മനസ്സിന് വലിയ മാറ്റം ഉണ്ടായി. അങ്ങനെയാണ് കാര്യമെങ്കിൽ, എൻ്റെ റബ്ബ്, എൻ്റെ പടച്ചവൻ ഇങ്ങനെയാണ് എന്നോട് പെരുമാറുന്നതെങ്കിൽ ഞാൻ തീർച്ചയായും ആ കാരുണ്യവാനായ അള്ളാഹുവിനല്ലേ ആരാധിക്കേണ്ടത്, അവനിലേക്കല്ലേ ഞാൻ മടങ്ങേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നേർവഴിയിലേക്ക് വന്നു.
പ്രിയപ്പെട്ടവരെ, ഖുർആനിക വചനങ്ങളും ഹദീസിൻ്റെ വിശുദ്ധ വാക്യങ്ങളുമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ എല്ലാവരോടും നന്മയിൽ വർത്തിക്കാൻ ശ്രമിക്കുക, എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്നവരോട് പോലും നമ്മളെ ഉപദ്രവിക്കുന്നവരോട് പോലും നല്ല നിലയിൽ വർത്തിക്കാനാണ് നമ്മളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചത്. സമയം കൂടുതലായി. അല്ലാഹു തആല കൂടുതൽ അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. നമ്മളുടെ ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മളുടെ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പുതിയ പുതിയ രോഗങ്ങളെ കൊണ്ടും പുതിയ പുതിയ വേദനകളെ കൊണ്ടും അല്ലാഹു നമ്മളെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരിച്ചുപോയവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അല്ലാഹു ആഫിയത്തും സിഹത്ത് നൽകുമാറാകട്ടെ. നമ്മളെയൊക്കെ അല്ലാഹു പരിശുദ്ധ റമളാനിൽ മഖ്ബൂലിങ്ങളിൽ പെടുത്തുമാറാകട്ടെ, സുഅദാക്കളിൽ പെടുത്തുമാറാകട്ടെ. അവന്റെ റഹ്മത്തും മഗ്ഫിറത്തും ഇത്തുക്കും കിട്ടിയ ഭാഗ്യശാലികളിൽ നമ്മളെ അല്ലാഹു പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.